ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് മോർണിംഗ് 5 മണിക്ക് തന്നെ ബിഗ് ബോസ് വന്നിട്ട് എല്ലാവരും എണീപ്പിച്ചു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നും ബിഗ് ബോസ് ലേറ്റ് ആയിട്ടില്ല എണീപ്പിക്കുക, ഒരു ചേഞ്ചസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത്ര എണീപ്പിച്ചത്. പിന്നെ നമ്മുടെ റിയാസ് ഉണ്ടല്ലോ, റിയാസ് പറയുന്നു ഞാൻ കിച്ചൺ മുഴുവൻ പാത്രമൊന്നും കഴുകാണ്ട് ഭയങ്കര വൃത്തികേടായി കിടക്കുന്നു. അത് കാരണം കൊണ്ട് റിയാസ് പറയുന്നു ഞാൻ ഇവിടെ ഗസ്റ്റായിട്ട് വന്നതുകൊണ്ട് മാത്രമാണോ നിങ്ങൾ ഈ കിച്ചണിൽ ഇത്രയും പാത്രങ്ങളും ഒക്കെ കിടക്കുന്നത് എന്ന് ചോദിക്കുന്നു. എനിക്കിനി നിറയെ എക്സ്ട്രാ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ട് മാത്രമാണോ ഇത്ര പാത്രം എന്നുള്ള രീതിക്ക് ചോദിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നു എപ്പോഴും കിച്ചണിൽ അങ്ങനെ തന്നെയല്ലേ, പാത്രമൊന്നും കഴിവില്ലല്ലോ, അങ്ങനെ സിങ്കിലൊക്കെ നിറയെ പാത്രം ഫുള്ളായിട്ടുണ്ടാവും, എപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്, പറഞ്ഞാലൊന്നും അനുസരിക്കില്ല എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റിയാസ് വന്നിട്ട് മനഃപൂർവ്വം നമ്മുടെ ഷാനവാസിനെ ഇട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷാനവാസ് രാവിലെ എണീച്ചിട്ട് കുളിച്ചിട്ടില്ല, ബാത്റൂം പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ ബെഡ്റൂമിലുള്ള ബെഡ്ഷീറ്റിനെയൊക്കെ അങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ട് അവിടെ വീണ്ടും വൃത്തിയാക്കണമെന്ന്, എല്ലാം നീറ്റായിട്ടുള്ളവിടെ വീണ്ടും വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് ഷാനവാസിനായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടേയുണ്ട്. ഷാനവാസ് പറയുന്നു ഞാൻ ചെയ്തോളാം, പക്ഷേ എൻ്റേതായ എനിക്ക് ബാത്റൂം പോകണ്ടേ, എനിക്ക് കുളിക്കണ്ടേ, ഞാൻ വൃത്തിയായിട്ട് വന്ന് ഞാൻ യൂണിഫോം ഇട്ടിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് പറയുന്നു. റിയാസ് സമ്മതിക്കുന്നേ ഇല്ല. അവിടെ വെച്ച് ടിഷ്യൂവിനെയൊക്കെ എടുത്തിട്ട് വന്നിട്ട് വേസ്റ്റ് ടിഷ്യൂവിനെയൊക്കെ കൊണ്ടുവന്ന് ഹാളിലൊക്കെ കംപ്ലീറ്റ് ഇട്ട് നിരത്തുന്നുണ്ടായിരുന്നു. അതിന് നെവിനും എല്ലാത്തിനും സപ്പോർട്ട്, നമ്മുടെ ആദിലയും ചേർന്ന് ഭയങ്കര സപ്പോർട്ട്. ഹാള് ഫുള്ളായിട്ട് നമ്മൾക്കെ കാണുമ്പോൾ ഇതെന്താ ഇവരിങ്ങനെ ചെയ്യുന്നത്, എത്ര ടാസ്ക് ഉണ്ടായിട്ട് ഇവർ വീണ്ടും ഷാനവാസിനായിട്ട് ടോർച്ചർ ചെയ്യണം, നമുക്കേ ഒരു ടെൻഷൻ തോന്നും അവിടെ കാണുന്ന സമയത്ത്. റിയാസ് ഗസ്റ്റായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗസ്റ്റായി വന്ന ആൾക്ക് ഇത്രത്തോളം അവിടെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അത് കംപ്ലീറ്റ് ഇട്ട് വെച്ചു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാൻ ചെയ്തോളാം, ഞാൻ വന്നിട്ട് കുളിച്ചിട്ടും ബാത്റൂം പോയി വന്നിട്ട് ഞാൻ യൂണിഫോം ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ബോൾഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഇപ്പോൾ അനീഷ് അവിടെ പോയി ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അനീഷ് ക്ലീൻ ചെയ്യണ്ട, അനീഷ് അവിടെ ക്ലീൻ ചെയ്യണ്ട, ചെയ്യുകയാണെങ്കിൽ ഷാനവാസിനെ ചെയ്യണം പറഞ്ഞിട്ട് അനീഷ് ക്ലീൻ ചെയ്തവിടെ അനീഷ് നിർത്തിപ്പിക്കുന്നു. അനീഷ് നീ ചെയ്യരുത്, ഷാനവാസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഷാനവാസിനെ ഇല്ലേ എല്ലാവരും കൂടി കോർണർ ചെയ്യുന്നത്. ഇത്രത്തോളം ഒരു ഗസ്റ്റായി വന്ന് ഷാനവാസിനെ കോർണർ ചെയ്യണോ? പിന്നെന്താ അറിയോ ചെയ്യുന്നത്, അനീഷിനെ നിർത്തിപ്പിച്ചുവല്ലോ. ഷാനവാസിനോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സ്പോട്ടിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ 3 സ്റ്റാറും ഇങ്ങോട്ട് വെക്കണമെന്ന് പറയണം. അത് നമ്മളെ ലക്ഷ്മി അതേപോലെ സപ്പോർട്ടീവായിട്ട് നിങ്ങൾ വെച്ചോളണം എന്നുള്ള രീതിക്ക് പറയണം. അപ്പോൾ നമ്മുടെ ഷാനവാസ് പറഞ്ഞു എന്ത് തന്നെ ആണെങ്കിലും ഞാൻ വന്നിട്ട് ടാസ്ക് ചെയ്ത് ജയിച്ചിട്ട് കിട്ടിയതാണ്, ഇല്ലാണ്ട് നിങ്ങളുടെ ഔദാര്യത്തിലൊന്നുമല്ല എനിക്ക് ഈ സ്റ്റാർ കിട്ടിയതെന്ന് ഷാനവാസ് നന്നായി പറയുന്നു. നമുക്കത് കേൾക്കുമ്പോൾ നന്നായി പറഞ്ഞത് നന്നായി തന്നെയാണ് നമുക്കവിടെ ഫീൽ ആവുന്നത്. പക്ഷെ എല്ലാവരും റിയാസിന് സപ്പോർട്ടീവായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇത്രയും സപ്പോർട്ടീവ് അവിടെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഷാനവാസ് പറഞ്ഞു എന്ത് തന്നെയാണെങ്കിലും അത്രയും ഷാനവാസിനോട് തന്നു തന്നെ ആവണം പറയണം. അപ്പോൾ ഷാനവാസ് പറഞ്ഞു മേലെ ഉണ്ടല്ലോ ബിഗ് ബോസ്, അവർ പറയട്ടെ, അവർ പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ വെച്ചോളാം, ഞാൻ ടാസ്ക് ചെയ്ത് കിട്ടിയ സ്റ്റാർ എനിക്ക് നിങ്ങൾ പറയുമ്പോഴേക്കും വെക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള രീതിക്ക് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു. അത് കറക്റ്റായിരുന്നു, അവിടെ പറഞ്ഞതൊക്കെ അത് കറക്റ്റായിരുന്നു. പിന്നെ റിയാസ് വന്നതുമേ നമ്മുടെ ആദിലയും നെവിനും അത്ര സപ്പോർട്ട് ആര്യനൊക്കെ ചേർന്നിട്ട് എന്തിനാ ഇത്ര സപ്പോർട്ട് ചെയ്യണമെന്ന് നമുക്കറിയുന്നില്ല. റിയാസിന് വേണ്ടിയിട്ട് ഇത്ര സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. പിന്നെ അനീഷും അനുമോളാണ് നമ്മുടെ ഷാനവാസിൻ്റെ കൂടെ നിന്നത്. അത് റിയാസിന് ഇഷ്ടപ്പെടണമില്ല. ഇവർ തമ്മിൽ അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നേ ഇല്ല. നമ്മുടെ അനുമോളാണ് സങ്കടവും വരുന്നു അനുമോൾക്ക്. ഷാനവാസിൻ്റെ കൂടെ ഷാനവാസ് ചെയ്യില്ല പറയുമ്പോൾ സമാധാനത്തിൽ പോയിട്ട് കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ അനുമോളായിരുന്നു. പിന്നെ വന്നിട്ട് റിയാസ് എന്ത് പറഞ്ഞാലും അതിന് ഓക്കെ പറയാൻ മാത്രമേ ഉള്ളൂ. അവിടെ ഉള്ളവർ എല്ലാവരും ചേർന്നിട്ട് അവിടെ റിയാസ് പറയുന്ന കാര്യത്തിന് ഓക്കെ, അത്ര തന്നെ. എന്ത് പറഞ്ഞാലും അവിടെ ഓക്കെ. നമുക്ക് കാണുമ്പോൾ കൂടി ദേഷ്യമാണ് വരുന്നത്. നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിലൊക്കെ ഹയ്യസ്റ്റ് സ്റ്റാർ മേടിച്ചത് ആരാണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസും ജിസൈലുമാണ്. അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് അതിനൊരാളിനെ തിരഞ്ഞെടുക്കണം. അവർ ചേർന്ന് തിരഞ്ഞെടുത്തത് ജിസൈലിനെ ആയിരുന്നു. പിന്നെ റിയാസിന് വന്നിട്ട് ഡയറക്റ്റായിട്ട് ഒരാളെ ചൂസ് ചെയ്യാം. അത് വന്ന് നമ്മുടെ ഒനിയലിനെ ചൂസ് ചെയ്തു റിയാസ്. ഹൗസ് മേറ്റ്സിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ആദിലെ ചൂസ് ചെയ്തു. പിന്നെ ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു. അവിടെ ജയിൽ നോമിനേഷന് നമ്മുടെ റെന, ഹൗസ് മേറ്റ്സിൽ അത്ര പേരും നമ്മുടെ റെനയാണ് ചൂസ് ചെയ്തത്. റെന ഒന്നും നേരെ പണിയൊന്നും അവിടെ ചെയ്തില്ല അത്ര.
ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ലാണ്ട് റെന്നെ കാര്യമായിട്ട് ഒരു കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് റെന്നെയാണ് എല്ലാവരും ചേർന്നിട്ട് ജയിൽ നോമിനേഷൻ ചൂസ് ചെയ്തത്. ഇതൊക്കെയാണ് ഇന്നലത്തെ നടന്ന ടാസ്കുകൾ, എപ്പിസോഡ്. പിന്നെ നമ്മുടെ അനീഷില്ലേ, അനീഷ് പറയുന്നു, അയ്യോ എൻ്റെ തലയൊക്കെ അങ്ങോട്ട് വെടിക്കുന്നു, എനിക്ക് ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ലാലേട്ടൻ വരുമല്ലോ, ശനിയാഴ്ചത്തെ എപ്പിസോഡ് എപ്പോഴാണ് ആവുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനീഷ് കാത്തിരിക്കുന്നു. ഇതൊക്കെ വന്ന് എൻ്റെ തലമണ്ട വെടിച്ചു പോകുന്നു, ഇതൊക്കെ എത്രയും പെട്ടെന്ന് ലാലേട്ടനോട് പറഞ്ഞാൽ മാത്രമേ എനിക്കിതിനൊരു സമാധാനം കിട്ടുള്ളൂ എന്ന രീതിക്ക് നമ്മുടെ അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇന്നലെ നടന്ന എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.